എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തൊടുകുറിയിൽ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ കിടക്കുന്ന ചില കഴിവുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മൈൻഡ് റീഡിംഗ്, ന്യൂമറോളജി, തൊടുകുറി എന്നീ 3 ശാസ്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ഇത് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളിൽ ആ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ അത് ഏതൊക്കെയാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു കഴിവിലേക്ക് നന്നായി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ഉണർത്തിയെടുക്കാനായാൽ ജീവിതത്തിൽ കാലിടറുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ തോറ്റുപോകും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ പോലും ഒരു ഉത്തേജകം എന്ന പോലെ ഈ പറഞ്ഞ നിങ്ങളുടെ ജന്മനാ ഉള്ള കഴിവുകൾ നിങ്ങളെ വീഴാതെ താങ്ങിപ്പിടിക്കുന്നതാണ്. വീണ്ടും പറയുന്നു, നിങ്ങളിൽ ഓൾറെഡി ഈ കഴിവുകളുണ്ട്. ആ ഉള്ളതിനെ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒട്ടുമിക്ക എല്ലാവരിലും ഉള്ള ഒരു പോരായ്മയാണ്, എന്നാൽ പലരിലും പല തോതിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൈൻഡ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 പക്ഷികളെയാണ്. വാസ്തവത്തിൽ ഈ പക്ഷികൾ എന്ന് പറയുന്നത് വിഷ്വലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം മാത്രമാണ്. എന്നാൽ ഈ 3 ചിത്രങ്ങളുടെയും പിന്നിൽ ഒരു മൈൻഡ് റീഡിംഗ് ശാസ്ത്രമുണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ ഫലം പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള പക്ഷികളെയോ അല്ലെങ്കിൽ ആ പക്ഷികളോട് ചേർന്ന് എഴുതിയിരിക്കുന്ന നമ്പറോ മനസ്സിൽ കരുതാവുന്നതാണ്. ഇതിൽ 1ാമത്തെ ചിത്രം പരുന്തിൻ്റെതാണ്. ധൈര്യം, സാഹസം, ഇച്ഛാശക്തി എന്നിവയാണ് പരുന്തിനും ദൈവം കൊടുത്തിരിക്കുന്ന വരങ്ങൾ എന്ന് പറയുന്നത്. 2ാമത്തെ ചിത്രം പ്രാവിൻ്റെതാണ്. അനുകമ്പ, സ്നേഹം, നിഷ്കളങ്കത എന്നീ ഗുണങ്ങളാണ് പ്രാവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 3ാമതായി കാക്ക. കാക്കയ്ക്ക് ദൈവം ഒത്തിരി ഗുണങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ആകെ 1 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് സൂക്ഷ്മ ബുദ്ധിയാണ് അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിയാണെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതുകൊണ്ടാണ് കാക്ക നോക്കറിയും കൊക്ക് കൊണ്ടറിയും എന്ന ഒരു പ്രോവർബ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ളത്. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ തൊടുകുറിയിലേക്ക് കിടക്കാം. നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ 3 ചിത്രങ്ങളിലേക്കും പല പ്രാവശ്യം ആവർത്തിച്ച് നോക്കി ഇവിടെ കുറച്ച് മുൻപ് പറഞ്ഞ ആ ഡാറ്റയുമായിട്ട് നിങ്ങളുടെ മനസ്സിന് ഇതിൽ ഏത് ചിത്രത്തിലേക്കാണ് ചായ്വ്, ആ ഒരു ചിത്രമാണ് നിങ്ങളിവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം അച്ചിട്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മുടെ എല്ലാ തൊടുകുറി ഫലങ്ങളുടെ വീഡിയോകളിലും 70% മുതൽ 90% കൃത്യത ഉണ്ടാകുമെന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം പറയുന്നു 95% അതിൽ കൂടുതലോ കൃത്യത വരുമെന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇത് പറയാൻ കാരണം ആ രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഗണിതങ്ങൾ ഞാനിവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത്. ശരി, അപ്പോൾ സമയമുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട്. 10 സെക്കൻഡ് സമയം ഞാനിവിടെ കാത്തു നിൽക്കുന്നതാണ്. ആരംഭിക്കാം. സമയം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ 3 പക്ഷികളുടെ ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ആദ്യമായി നമ്പർ 1 പ്രതിനിധീകരിക്കുന്ന പരുന്തിനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലമാണ് പറയുവാൻ പോകുന്നത്. ആത്മധൈര്യം, വീര്യം, ഇച്ഛാശക്തി, സത്യസന്ധത, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പാണ്. അതായത് ജന്മനാ നിങ്ങൾക്ക് ദൈവം ഈ കഴിവുകൾ തന്നാണ് ഈ ഭൂമിയിലേക്ക് ജന്മം തന്നിരിക്കുന്നത്. ഇത് ആര് ശ്രമിച്ചാലും നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാൻ സാധിക്കുന്നതല്ല. ഇതിനൊരു ഉപമയായിട്ട് പറഞ്ഞാൽ, കർണന് കവചകുണ്ടലങ്ങൾ നൽകിയിരിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് ദൈവം അറിഞ്ഞു നൽകിയിരിക്കുന്ന ഈ വരപ്രസാദങ്ങൾ എന്ന് പറയാവുന്നതാണ്. ഈ പറഞ്ഞ 4 മഹത് ഗുണങ്ങളുടെ ഉടമയായതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും അത് അപഗ്രഥിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ്, ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ളതുപോലെ മറ്റാരിലും കാണാൻ സാധിക്കുന്നതല്ല. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1ാമതായിട്ട് എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു കഴിവ് അല്ലെങ്കിൽ ആകർഷണീയത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആ സുഹൃത്തുക്കൾ നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്നവരായിരിക്കും. തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത നോക്കിയാൽ,
ഈ വലിയ വലിയ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ കേമനാണെന്ന് കാണിക്കാനോ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അഥവാ ഇതുപോലുള്ള സാഹചര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നാലും ശരി, നിങ്ങൾ ചെന്ന കാര്യം നടത്തി ഉടനെ തിരിച്ചു പോരുന്നതാണ്. അവിടെ ആരുടെയും കുറ്റവും കുറവും പരദൂഷണങ്ങളൊന്നും പറയുന്നത് കേട്ട് നിൽക്കാൻ നിങ്ങളെ കിട്ടുന്നതല്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അതെന്ത് കാര്യമാണെങ്കിലും ശരി, ശുഭസ്യ ശീഘ്രം എന്നുള്ള നിലപാടാണ് നിങ്ങളുടേത്. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയി നിൽക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടണം. നാളെ നീളെ നീണ്ടുപോകുന്ന ഒരു ഏർപ്പാട് നിങ്ങളുടെ മുൻപിൽ വില പോകില്ല. അതുപോലെ തന്നെ അനാവശ്യ തർക്കങ്ങളിലൊന്നും നിങ്ങൾ പൊതുവെ പോകാറില്ല. എന്നാൽ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന പഴഞ്ചൊല്ല് പോലെ അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ മാത്രമേ നിങ്ങൾ ആളുകളോട് പ്രതികരിക്കാറുള്ളൂ. പക്ഷേ ആ പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് അവർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവരുടെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാകുന്നതുമല്ല. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് പരമാവധി കൂറു പുലർത്തി മുന്നോട്ട് ജീവിതം നയിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിലും സമൂഹത്തിലും നിങ്ങളോടുള്ള ആളുകളുടെ ബഹുമാനത്തിന് ഒരിക്കലും മങ്ങലേൽക്കുന്നതല്ല. ഇനി അവസാനമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇവിടെ മൈൻഡ് റീഡിംഗ് പ്രകാരം കിട്ടിയിരിക്കുന്നത് ചുവപ്പ്, ഇരുണ്ട നീല, വെള്ള നിറം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യ നിറമായിട്ടും എടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായ പരുന്തിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇതിൽ നിങ്ങളെ ആകർഷിച്ച നിങ്ങളുടെ തന്നെ ഏത് സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾക്ക് കൂടുതൽ അഭികാമ്യമായിട്ട് തോന്നുന്നത്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് പരമാവധി അത് ഉയർത്തിയെടുക്കുക. അതിപ്പോൾ 1, 2, 3 കാര്യങ്ങളാകട്ടെ, അതെത്രയാണോ അത്രയും ചെയ്യുക. ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രമായ പ്രാവിനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് അനുകമ്പ, സ്നേഹം, നിഷ്കളങ്കത. ഈ പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതകളാണ്. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ പ്രകൃതമാണ് നിങ്ങളുടേതെന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ തൊടുകുറി ഗണിതത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ്. അതായത് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യത്തെ ചിന്തിച്ച് വേവലാതിപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതം നിങ്ങളിൽ പൊതുവെ കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സും ദേഷ്യവും ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നുമുണ്ട്. പക്ഷെ നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങൾക്ക് അത് അത്ര പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇതൊരു പക്ഷേ നിങ്ങളോട് ഏറ്റവും അടുത്തിടപഴകുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാകാം, അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളും ആകാവുന്നതാണ്. മേൽപ്പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ നിഷ്കളങ്കതയുള്ള മനസ്സിനുടമ ആയതുകൊണ്ട് തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾക്കറിയില്ല. ആളുകളുമായി സംസാരിച്ച് അതിൽ ലയിച്ചു ചേർന്ന് നിങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ അത് മറ്റുള്ളവരോട് പറയുകയും അവർ അത് നിങ്ങൾക്കെതിരെ അവസരം കിട്ടുന്നതനുസരിച്ച് പ്രയോഗിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് പലപ്പോഴും ചതി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് ദയ, അനുകമ്പ എന്നീ ഗുണങ്ങൾ. പക്ഷെ വാസ്തവത്തിൽ ഈ പ്രത്യേകത നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഇതുപയോഗിച്ച് തന്നെ ആളുകൾ മുതലെടുക്കുന്നതാണ്. പറയാൻ കാരണം മറ്റുള്ളവരുടെ ഒരു സങ്കടം കണ്ടാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സലിയുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ്, അല്ലെങ്കിൽ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതുമാണ്. ഇത് തന്നെയാണ് അവരുടെയും ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന അവസരങ്ങൾ അവർ ശരിക്ക് നിങ്ങളെ വെച്ച് മുതലെടുക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ വഞ്ചിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ വളരെയധികം മൂഡ് ഔട്ടായിരിക്കും. എന്നാലും ശരി, ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങളെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും അവർ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ആ പരിഭവം മറന്ന് അവരോട് സൗഹൃദം കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വപ്നം കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ. അതായത് ഒരു കാര്യം നിങ്ങൾക്ക് വന്നു കിട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഏറെ നേരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ആ ഒരു വസ്തു, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു അടുത്ത ദിവസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു എന്നിരിക്കട്ടെ.
നിങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം സമയമെടുത്ത് ആ മധുര നിമിഷങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് സമയം നീക്കുന്നവരാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ഈശ്വരാനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ആരൊക്കെ നിങ്ങളെ ദ്രോഹിച്ചാലും ശരി, നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം സജ്ജനങ്ങൾ നിങ്ങളെ 2 കൈ നീട്ടി വരവേൽക്കുന്നതാണ്. ഇത് പറയാൻ കാരണം അത്രയധികം ഈശ്വരാധീനമുള്ള ആളുകളാണ് നിങ്ങൾ. അതുമാത്രവുമല്ല, നിങ്ങളെ ദ്രോഹിക്കുന്നവർ തന്നെ പിന്നീടൊരവസരത്തിൽ അവർ സ്വയം മനസ്സിലാക്കും അവർ നിങ്ങളോട് ചെയ്തത് വളരെ മോശമായി പോയെന്നും നിങ്ങളെപ്പോലെ ഒരു ഉത്തമ സുഹൃത്തിനെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല എന്ന ആ ഒരു പരമസത്യം അവർക്ക് പിന്നീട് ബോധ്യമാവുന്നതാണ്. ഇതാണ് നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ഈശ്വരാംശം എന്നിവിടെ തൊടുകുറിയിൽ കാണുന്നത്. അവസാനമായി നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗ്യനിറം അല്ലെങ്കിൽ ഇവിടെ തൊടുകുറി പ്രകാരം കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്നാണ്. ലൈറ്റ് ഗ്രീൻ, പിങ്ക് കളർ, മഞ്ഞ കളർ എന്നിവയാണ് നിങ്ങളുടെ ഭാഗ്യനിറങ്ങളായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായ പ്രാവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇതിൽ നിങ്ങളെ ആകർഷിച്ച നിങ്ങളുടെ തന്നെ ഏത് സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾക്ക് കൂടുതൽ അഭികാമ്യമായിട്ട് തോന്നുന്നത്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിൽ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അത് പരമാവധി ഉയർത്തിയെടുക്കുക. അതിപ്പോൾ 1, 2, 3 അതെത്രയാണോ അത്രയും ചെയ്യുക. ഇനി അടുത്തത് മൂന്നാമത്തെ ചിത്രം, കാക്കയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത്, അതിസൂക്ഷ്മമായ കുശാഗ്ര ബുദ്ധിക്ക് ഉടമകളാണ് നിങ്ങൾ എന്നതാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയാൽ പെട്ടെന്നൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ പിന്നീട് അടുത്തു വരുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ശുഭമുഹൂർത്തത്തിൽ ആ വ്യക്തിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ 8ന്റെ പണി നിങ്ങൾ കൊടുക്കുന്നതാണ്. അതുമാത്രവുമല്ല, നിങ്ങളുടെ ശരിയായ സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾ കണ്ടാൽ ചെയ്തത് ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾ അവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ആരുടെയും കാല് പിടിക്കാൻ നിങ്ങൾ പോകാറില്ല. മാത്രവുമല്ല, നിങ്ങളോട് തർക്കിക്കാൻ നിന്നാൽ തർക്കിച്ച് ജയിക്കാനും മറ്റാളുകൾക്കാവുന്നതല്ല. നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ആരെങ്കിലും കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായി മാറുന്നതാണ്. മാത്രവുമല്ല, തുടർന്ന് അങ്ങോട്ട് എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും അവർ നിങ്ങളോട് സഹകരിക്കുന്നതുമാണ്. ഇത് പറയാൻ കാരണം, നിങ്ങളുടെ പെരുമാറ്റവും സ്വഭാവ പ്രകൃതവും അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കൽ ഒരാളോട് സൗഹൃദം സ്ഥാപിച്ചാൽ ആ കൂട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതുമല്ല. അതുമാത്രമല്ല, നിങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ നല്ലൊരു പ്രാസംഗികൻ അല്ലെങ്കിൽ നോവലിസ്റ്റ്, കഥാകൃത്ത് എന്ന നിലയിൽ പേരെടുക്കുന്നവരുമാണ് നിങ്ങൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ട് ഇവിടെ തൊടുകുറി ഗണിതത്തിൽ കാണുന്നത്, ജീവിതത്തിൽ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അത് കൈപ്പിടിയിലാക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നിങ്ങളുടെ ആകർഷകമായിട്ടുള്ളൊരു സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത് ഒരിക്കലും മടി പിടിച്ചിരിക്കില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അലസത എന്നത് നിങ്ങളുടെ ജാതകത്തിൽ പോലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയുണ്ട്. ആ ഡ്രസ്സിങ് സ്റ്റൈൽ എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആഡംബര വസ്തുക്കൾക്കും വസ്ത്രങ്ങൾക്കും മറ്റും പണം ചെലവിടുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കാറുമില്ല. എന്നാൽ ഇതേ അവസ്ഥയിൽ നിങ്ങളുടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, ഒരാൾക്ക് ശരിക്കും ഒരു സഹായം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ സഹായിക്കുന്നതാണ്. മാത്രവുമല്ല, ആ സഹായം കിട്ടിയ വ്യക്തി നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ആ സഹായത്തിൻ്റെ മൂല്യം അയാൾ എന്നെന്നും ഓർത്തിരിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ആ ഉപകാരം ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യുപകാരം പോലും അവരിൽ നിന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നത് എന്നത് നിങ്ങളുടെ ജന്മനാ തന്നെ നിങ്ങളിൽ സംജാതമായിരിക്കുന്ന എടുത്തു പറയേണ്ട നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ദൈവഭക്തി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് പുറമേ കാണിക്കാറില്ല. എന്നാൽ ദൈവികമായ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പങ്കെടുക്കാനും വിമുഖത കാണിക്കാറുമില്ലെന്നതാണ് വാസ്തവം. ഇനി അവസാനമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് നിറം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നിറമായിട്ട് ഇവിടെ തൊടുകുറിയിൽ കിട്ടിയിരിക്കുന്ന കളർ ഏതാണെന്നാണ്. കറുപ്പ്, പിങ്ക്, ഡാർക്ക് നീല എന്നിവയാണ് നിങ്ങളുടെ ഭാഗ്യ നിറമായിട്ട് ഇവിടെ ഗണിതപ്രകാരം പറയാൻ സാധിക്കുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായ കാക്കയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇതിൽ നിങ്ങളെ ആകർഷിച്ച നിങ്ങളുടെ തന്നെ ഏത് സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾക്ക് കൂടുതൽ അഭികാമ്യമായിട്ട് തോന്നുന്നത്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് പരമാവധി നിങ്ങൾ ഉയർത്തിയെടുക്കുക. അതിപ്പോൾ 1, 2, 3 അത് എത്രയാണോ അത്രയും ചെയ്യുക. ഇപ്പോഴിവിടെ ഈ 3 ചിത്രങ്ങളുടെ തൊടുകുറി ഫലങ്ങളും ഈ മൈൻഡ് റീഡിംഗ് ടെക്നോളജിയും ന്യൂമറോളജിയും തൊടുകുറി ശാസ്ത്രവും ഉപയോഗിച്ച് പരമാവധി കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.